ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ഷോർട്ട് മെസ്സേജുമായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക, അനേകരിലേക്ക് എത്തിക്കുക. അനേകർക്കിതൊരു അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ആരൊക്കെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരൊക്കെ യേശുവിനെ നോക്കിയിട്ടുണ്ടോ, യേശുവിനെ നോക്കിയവരുടെ ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. യേശു ആരെ നോക്കിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യേശുവിനെ നോക്കിയ ഒരു വ്യക്തി, ആ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശ്രമിച്ചു. അവൻ്റെ കുടുംബത്തിന് രക്ഷ വരാൻ ഇടയായി. 2, യേശു കുറേനക്കാരനായി ശീമോനെ നോക്കിയപ്പോൾ അവൻ്റെ തലമുറയുടെ ജീവിതത്തിൽ പോലും മാറ്റം വരാൻ ഇടയായി. അതെ, യേശുവിനെ നോക്കാൻ കഴിയുമോ? യേശുവിനെ ആര് നോക്കുന്നുണ്ടോ, യേശുവിനെ ആര് നോക്കിയാലും, ആരൊക്കെ യേശുവിനെ നോക്കിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായത് നമുക്കറിയാം. സ്തോത്രം. എഴുന്നേക്കാൻ കഴിയാത്ത, ജീവിതം അസ്തമിച്ചു എന്ന് ചിന്തിച്ച വ്യക്തിത്വങ്ങൾ, ആരൊക്കെ ആശയറ്റവർ, പ്രതീക്ഷ അസ്തമിച്ചു പോയവർ, ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെട്ട പ്രിയപ്പെട്ടവർ, ആരൊക്കെ യേശുവിനെ നോക്കിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു. അതെ എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന് യേശു ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. വിശ്വസിക്കുക. ഏതൊക്കെ ഭാരമേറിയ വിഷയം മുൻപിലുണ്ടോ അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. യേശുവിനെ നോക്ക്, ശ്രദ്ധിച്ച് നോക്ക്. യേശു വലിയ കാര്യങ്ങൾ ചെയ്യും. യേശു വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.